AI പോലെയുള്ള സംവിധാനങ്ങൾ അതെന്താണ് എന്ന് വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ നാം ചില വിഷയങ്ങളിൽ ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതിലൊന്ന് ഇസ്ലാം നിഷിദ്ധമാക്കിയ, ഖുർആനിലൂടെ ഹദീസിലൂടെ നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തിനും അത് ഉപയോഗപ്പെടുത്തരുത്. വ്യക്തികളെ കൃത്രിമമായി സൃഷ്ടിച്ചുണ്ടാക്കുക, ക്യാരക്ടറുകളെ സൃഷ്ടിച്ചുണ്ടാക്കുക, ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കുക, ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് സംവിധാനം, അത് പേന ഉപയോഗിച്ചാലും പെൻസിൽ ഉപയോഗിച്ചാലും AI ഉപയോഗിച്ചാലും അത്തരം കാര്യങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. അത് പാടില്ലാത്തത്. അതേപോലെ തന്നെ കളവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക, മറ്റുള്ളവരെ ചതിക്കുക, വഞ്ചിക്കുക, ആളുകളുടെ മാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കുക, സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കുക, ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഒരാളെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഏറ്റവും നല്ല മാർഗങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താം. മതപരമായ ഇൽമുകൾ നേടാൻ, മറ്റ് അറിവുകൾ പെട്ടെന്ന് നേടിയെടുക്കുവാൻ, അതേപോലെ തന്നെ വലിയ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അതൊക്കെ ലഘൂകരിക്കുവാനൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താം. അതേസമയത്ത് മതപരമായ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും ഇത്തരം സംവിധാനങ്ങളെ ആത്യന്തിക സ്രോതസ്സായി കാണരുത്. മറിച്ച് അറിവുള്ള പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ മാത്രമേ ഫത്വകൾ സ്വീകരിക്കാൻ പാടുള്ളൂ, ഹുക്മുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതേപോലെയുള്ള സംവിധാനങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് ആത്യന്തികമായ സത്യമാണ് എന്ന് ധരിക്കരുത്. കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ മതപരമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഫത്വ നൽകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും ഇത് അലസതയിലേക്കും മടിയിലേക്കും നമ്മെ നയിക്കരുത്. നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അലസന്മാരായി അത് നമ്മളെ മാറ്റാൻ പാടില്ല. നമുക്ക് ബുദ്ധിപരമായ ഒരുപാട് കഴിവുകളുണ്ട്. എല്ലാം ഇതിനെ ആശ്രയിച്ച് നമ്മുടെ ബുദ്ധി മുരടിച്ചു പോകുന്ന ഒരവസ്ഥ, അലസതയും മടിയും ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. കർമ്മനിരതരായിരിക്കുക. അതോടൊപ്പം മനസ്സിലാക്കുക, നമ്മുടെ സമയത്തെ, നമ്മുടെ ആയുസ്സിനെ ഇതേപോലെയുള്ള വ്യർത്ഥമായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തി നഷ്ടപ്പെടുത്തരുത്. വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. കാലം തന്നെയാണ് സത്യം. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അതുകൊണ്ട് ജീവിതത്തെ മൂല്യവത്തായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും ഇതേപോലെയുള്ള സംവിധാനങ്ങളിൽ സമയത്തെ പാഴാക്കരുത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.